TPI യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ എതിർപ്പിനിടയിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന തീയതി ഇന്നാണ് തീരുമാനിക്കുക. എന്തായാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി SFI ഒക്കെ ഇതിനെതിരെ ഒരുപാട് സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ASFും അങ്ങനെയുള്ള യുവജന സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരായിട്ട് സംസാരിച്ചു തുടങ്ങി. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരട്ടെ, കാരണം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി ഇത്തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. മാത്രവുമല്ല, ഇടതുപക്ഷത്ത് നിൽക്കുന്ന പല നേതാക്കന്മാരുടെയും കുട്ടികളൊക്കെ വിദേശത്ത് പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇടതുപക്ഷം മാത്രമല്ല, വലതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കുട്ടികളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് സ്വകാര്യ സർവകലാശാല അനുമതി കൊടുക്കുന്ന കാര്യം എന്ന് നിയമസഭയിൽ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നിയമസഭയുടെ കാര്യോപദേശ സമിതി യോഗം ചേർന്നാണ് ബില്ല് എന്ന് നിയമസഭയിൽ പൈലറ്റ് ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കുക. നേരത്തെ ഈ മാസം 13-ന് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് സഭയിൽ അവതരിപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ വയോജനക്ഷേമ കമ്മീഷൻ ബില്ലെന്ന ബില്ല് കൂടി വരുന്നുണ്ട്. ആ ബില്ല് ഒരുപക്ഷെ 13-ന് പരിഗണിക്കുകയും മറ്റൊരു ദിവസത്തേക്ക് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന ബില്ല് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ കാര്യോപദേശ സമിതി യോഗത്തിൻ്റെ തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ ശക്തമായി എതിർക്കുകയാണ്. CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISFും യുവജന സംഘടനയായ AYFുമാണ് ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നത്. ഈ സ്വകാര്യ സർവകലാശാല എന്നത് ഇടതു നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് എന്ന ആക്ഷേപമാണ് AYF ഉന്നയിക്കുന്നത്. എന്നാൽ CPI മന്ത്രിമാർ കൂടി പങ്കെടുത്ത മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. നേരത്തെ LDFും 1.5 വർഷം മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ CPIയുടെ യുവജന സംഘടനകളുടെ എതിർപ്പ് കാര്യമായി പ്രതിഫലിക്കാൻ ഇടയില്ല. AISF നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.